ഹായ്, ഇപ്പം നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് നമ്മൾ ലാസ്റ്റ് ഇയർ കുറച്ച് പഠിച്ചിട്ടുണ്ട്. 7th നമ്മൾ കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അഡീഷൻ, അരിത്തമെറ്റിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത് നാലും നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ ശരിക്കുള്ള പ്രോപ്പർട്ടീസാണ്. ഈ ഓപ്പറേഷൻസിൻ്റെ പ്രോപ്പർട്ടി നമ്മളൊരു 3 പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. 3 പ്രോപ്പർട്ടീസ്, ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി, ഒന്ന് കമ്മ്യൂട്ടേറ്റിവിറ്റി, ഒന്ന് അസോസിയേറ്റിവിറ്റി. 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ ഇതെന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് പറയാം. നോർമലി നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ട്, അത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? N എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 1 to നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് അപ് ടു എത്രയാണോ അത് വരും. അത് കഴിഞ്ഞ് നമ്മൾ 0 ആഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് വരും, 0 തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സ്. അപ്പോൾ 0 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരെ പറഞ്ഞ ഹോൾ നമ്പേഴ്സ് എന്നാണ്. എന്താ പറയണേ? ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയണത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പഠിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, നമുക്കറിയാമല്ലോ നമ്പർ ലൈനിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അതായത് നമ്പർ ലൈനിൽ നെഗറ്റീവ് നമ്പേഴ്സ്, നമ്മൾ -3 അങ്ങനെ പറഞ്ഞ നെഗറ്റീവ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ നെഗറ്റീവ് നമ്പേഴ്സിനെയും 0നെയും ആൻഡ് ബാക്കിയുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, ഈ മൊത്തം നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവരെ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് എന്ന് പറയും. നമ്മൾ Z എന്ന് വെച്ച നമ്പർ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റീജേഴ്സ് എന്ന് പറയും. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് 0 ആൻഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഇനി അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കൈൻഡ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. നമ്മൾ Q വെച്ചിട്ടാണ് റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Q എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ചിട്ടാണ് റാഷണൽ നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റാഷണൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റണം. അതായത് ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന ഫോമിൽ എഴുതാൻ പറ്റണം. ആൻഡ് Q എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. Q എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 0ൻ്റെ ഡിവിഷൻ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് Q എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ, ഇപ്പോൾ 2/3 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. 4/5 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. ഇനിയിപ്പോൾ -2/4 എന്ന് പറഞ്ഞാലും റാഷണൽ നമ്പറാണ്. -3/8 എന്ന് പറയുന്നത് റാഷണൽ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് ഇൻറ്റീജേഴ്സും ചേർത്ത് നമ്മൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസിൻ്റെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അവർക്ക് പ്രോപ്പർട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. എന്താ പറയണേ? ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പം നമുക്കിത് ഓരോ ഓപ്പറേഷൻസിലായിട്ട് എങ്ങനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലൈ ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ അഡീഷൻ്റെ കേസിൽ നമുക്ക് നോക്കാം. അപ്പോൾ അഡീഷൻ എങ്ങനെയാണ് വരുന്നത്? റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് 2 രീതിയിലുള്ള അഡീഷൻ വരുമല്ലോ. ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും ഉണ്ടല്ലോ. അതായത് ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് വരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പോൾ 1/2ഉം 3/2 ആണ് എക്സാമ്പിൾ എങ്കിൽ ഇത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ആക്ച്വലി ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യും ആൻഡ് ഡിനോമിനേറ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ അതുപോലെ എടുത്തെഴുതും. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, അപ്പോൾ നമ്മൾ എടുത്തെഴുതും. അപ്പോൾ ഇവർ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 4/2 എന്നാണ് വരിക. ഇനി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് 1/2 കൂടെ ഇവിടെ ഇപ്പോൾ 2/3 ആണ് വരുന്നത്, 2/4 ആണ് വരുന്നതെന്ന് വിചാരിക്കാം. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LCM കാണണം. LCM മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതായത് 2ൻ്റെയും 4ൻ്റെയും LCM കണ്ടുപിടിക്കണം. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുക? LCM മെത്തേഡ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പം LCM നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 4 ആണ് വരിക. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ എൻ്റെ ഡിനോമിനേറ്റർ 4 അല്ല, അപ്പോൾ നമ്മൾ 4ലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കൺവേർട്ട് ആവുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ താഴെയും മുകളിലും എന്ത് ചെയ്യണം? അതായത് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/4 വരും. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് 2/4 കിട്ടി. ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടിയിരിക്കണേ? ഇത് ഓൾറെഡി 2/4 ആണ്. കാരണം ഡിനോമിനേറ്റർ മാറ്റേണ്ട കാര്യമില്ല, കാരണം അത് LCM വെച്ചിട്ട് നമുക്ക് 4 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 4/, ഇതെന്തെങ്കിലും ചെയ്യണോ? വേണ്ട, കാരണം ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ 4/4. 4/4 എന്താ? 1 ആണ്. 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. അപ്പോഴും എന്താ വരിക? P/Q ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. ഇനിയിപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, 0 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു റാഷണൽ നമ്പർ ആണോ അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ നമ്പർ ലൈൻ എഴുതിയപ്പോൾ 0 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് 0 റാഷണൽ നമ്പർ ആവുന്നത്? എങ്ങനെയാണ്?
സീറോ നമുക്ക് എന്ത് ഫോമിൽ എഴുതാം? 0/1 അല്ലെങ്കിൽ 0/2 അല്ലെങ്കിൽ നമുക്ക് 0/3 എന്നൊക്കെ എഴുതാം. അതായത് ഒരു റാഷണൽ നമ്പറിൻ്റെ ഫോമിൽ, അതായത് P/Q ഫോമിലേക്ക് ആരെ എഴുതാൻ പറ്റും? സീറോനെ എഴുതാൻ പറ്റും. ആൻഡ് Q നോട്ട് ഈക്വൽ ടു എന്താണ്? 0 ആണ്. കാരണം 1, 2, 3 ആണ് വരുന്നത്. 0/0 എന്ന് പറയില്ല, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ നമ്പറായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമുക്ക് അഡീഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെയാണ് അഡീഷനിലേക്ക് വരുന്നത് നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് അഡീഷൻ വന്നപ്പം നമുക്ക് എന്താണ്, ഇത് ഏത് നമ്പറാണ്? റാഷണൽ നമ്പറാണ്. ആൻഡ് ഇതെന്താണ്? ഒരു റാഷണൽ നമ്പറാണ്, P/Q ഫോമിലാണ് അല്ലേ? ഇതിൻ്റെ ആൻസർ എന്ത് ഫോമിലാണ്? 4/2 ആണ് അതിൻ്റെ ആൻസർ. അത് എന്ത് ഫോമിലാണ്? റാഷണൽ നമ്പറിൻ്റെ, അതായത് P/Q ഫോമിൽ ആണ്. സോ ദാറ്റ് എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടുന്നതും എങ്ങനെയാണ്? ഒരു റാഷണൽ നമ്പറായിട്ടാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ടാമത്തെ നമ്മളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എടുത്തതിൽ നമുക്ക് എങ്ങനെയാണ് വന്നത്? അതിൻ്റെ ആൻസറും നമുക്ക് 1/1 ഉള്ള ഫോമിൽ അല്ലെങ്കിൽ 4/4 തന്നെ എഴുതാൻ പറ്റും. അതും എങ്ങനെയാണ്? ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ അഡീഷൻ എങ്ങനെയാണ്? ഒരു ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ആൻസർ നമുക്ക് എന്തായിരിക്കണം കിട്ടുന്നത്? സം എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ക്ലോഷറാണ്. അപ്പോൾ അഡീഷൻ എങ്ങനെയാണ്? ക്ലോഷറാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയും ഓക്കെ ആണോ? ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷനിൽ എങ്ങനെയാണ് ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലൈ ആവണമെന്ന് നോക്കാം. ഇപ്പോൾ സബ്ട്രാക്ഷൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിലാണ് നമ്മൾ സബ്ട്രാക്ഷനും ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ A/B ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. മൈനസ് ഇപ്പോൾ വേറൊരു നമ്പർ നമ്മളിപ്പം P/Q ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമുക്ക് നമ്പേഴ്സായിട്ട് എക്സാമ്പിൾ എഴുതാം. അതായത് ഇപ്പം 4/2 മൈനസ് 3/2 ആണെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ന്യൂമറേറ്റർ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഡിനോമിനേറ്റർ എടുത്ത് എഴുതണം. നേരത്തെ നമ്മൾ അഡീഷൻ ചെയ്ത സെയിം അഡീഷന് നമ്മൾ നേരത്തെ ഇപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതുന്നത്? A/B പ്ലസ് എന്തെഴുതാം? നെഗറ്റീവ് ഓഫ് P/Q എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതേ മെത്തേഡിൽ അവിടെ ഇടുന്നത്. അതായത് 4/2 പ്ലസ് എന്ത് വരും? -3/2 എന്ന് എഴുതാം. അപ്പം ഇതെങ്ങനെ വരും? ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4 മൈനസ് 3/2 എന്ന് വരും. ഈ ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്ക് ആൻസർ എന്ത് വന്നു? 1/2 എന്ന് വന്നു. അപ്പം ഒരു റാഷണൽ നമ്പറാണ്, അതിൽ നിന്ന് വേറൊരു റാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. അപ്പം സബ്ട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ക്ലോഷർ ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ക്ലോഷറാണ്. ക്ലോഷർ പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ കുറച്ചൊരു ഇതിലൊരു ഡിഫറെൻ്റ് എന്നല്ല, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിയണം എന്നുള്ള, റാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ റാഷണൽ നമ്പർ A/B ഒരു റാഷണൽ നമ്പറാണ്. നമ്മൾ അടുത്ത നമ്പർ P/Q എന്ന് എടുത്തു. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നോർമലി മൾട്ടിപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത്? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലോഷർ എന്താ നോക്കുന്നത്? നമ്മളൊരു റാഷണൽ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ആണ്. രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, റാഷണൽ നമ്പേഴ്സിന് Q ആണ് സൊല്യൂഷൻ. രണ്ട് റാഷണൽ നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? ഒരു റാഷണൽ നമ്പർ ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ വയ്ക്കാം. തൽക്കാലം നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 2/3 ഒരു റാഷണൽ നമ്പറാണ്. 4/5 ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 × 4/3 × 5 വരും. അപ്പോൾ എന്താ വരുന്നത്? 8/15 വരും. 8/15 റാഷണൽ നമ്പറാണോ? അതെ. അപ്പോൾ 8/15 റാഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷനെ എന്ത് പറയാൻ പറ്റും? ക്ലോഷറാണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? അടുത്തത് നമ്മൾ ഡിവിഷൻ്റെ കേസിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് A/B ഡിവൈഡഡ് ബൈ P/Q ആണെന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പം C/D ആണെന്ന് വിചാരിക്കാം. ഇതും എന്തായിരിക്കണം? റാഷണൽ നമ്പർ ആണെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഡിവിഷൻ ക്ലോഷർ പ്രോപ്പർട്ടി ആണ്. ക്ലോഷർ പ്രോപ്പർട്ടിയാണ് ഡിവിഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് രണ്ട് എക്സാമ്പിൾ, ഇപ്പോൾ 3/2 പ്ലസ് 4/5 പ്ലസ് അല്ല, ഡിവിഷനാണ്. 4/5
4/5 ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുക നമ്മൾ? നോർമലി ഇതെങ്ങനെയാണ് ചെയ്യുക നമ്മൾ? ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? 3/2 നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എന്താ ചെയ്യേണ്ടത്? വിൽക്രമം, അതായത് എന്താ പറയണേ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 4/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ ഡിവിഷൻ മാറ്റിയിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. 4/5ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? മൾട്ടിപ്ലൈ നമ്മൾ നോർമൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 15/8 എന്ന് വരും. ഇതും എന്താണ്? നമുക്ക് എന്താ കിട്ടിയത്? എന്താണെന്ന് കിട്ടിയ ഒരു റാഷണൽ നമ്പറാണെന്ന് കിട്ടി. സോ ദാറ്റ് എങ്ങനെയാണ് ഡിവിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലോഷർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡിവിഷൻ ക്ലോഷർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റിയോ? പറ്റി. ഇതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഡിവിഷൻ്റെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 15/8 നമുക്ക് കിട്ടി. അതായത് അത് റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 3/2 / 0 എന്ന് വരികയാണെങ്കിലോ? അങ്ങനെ വരാമോ? കാരണം 0 എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 0 റാഷണൽ നമ്പറാണ്. 0/1 ആവാം, നമ്മൾ റാഷണൽ നമ്പറാണ്. പക്ഷേ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ വരിക? ഇത് 0 ആക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയാണ് വരിക? ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? അപ്പോൾ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അതായത് ക്ലോഷർ പ്രോപ്പർട്ടി ഡിവിഷനിൽ എങ്ങനെയാണ്? ക്ലിയർ ആണോ? അല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും സബ്ട്രാക്ഷനും ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഡിവിഷനിൽ എന്ത് പറയാൻ പറ്റില്ല? നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലിക്കബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ആണോ? ഓക്കെ. നമുക്കപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോഷർ പ്രോപ്പർട്ടി നമ്മളിപ്പം ഇത്രയും കാര്യത്തിൻ്റെ പറഞ്ഞു. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി അഡീഷനിൽ എങ്ങനെയാണ്? അഡീഷൻ ക്ലോഷറാണ്, ആൻഡ് സബ്ട്രാക്ഷൻ ക്ലോഷറാണ്, ആൻഡ് മൾട്ടിപ്ലിക്കേഷനും ക്ലോഷറാണ്. പക്ഷേ ഡിവിഷൻ എന്തല്ല? ക്ലോഷർ അല്ല. ഇതെല്ലാം ക്ലോഷറാണ്, പക്ഷേ ഡിവിഷൻ എന്തല്ല? ക്ലോഷർ അല്ലാന്ന് മനസ്സിലായി. ഇതാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പ്രോപ്പർട്ടി, നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ്. ഇപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റിയിൽ എന്താ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ നമ്പേഴ്സിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? അതായത് നമുക്ക് അഡീഷൻ്റെ കേസിൽ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അപ്പോൾ അഡീഷനിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ അഡീഷനിൽ എങ്ങനെ വരും? A+B എന്ന് പറയണത് B+A ആണെങ്കിലാണ് നമ്മൾ അതിനെ പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയാം. അതായത് ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് 2+3 എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത് നമുക്ക് 5 ആണ്, ആൻഡ് 3+2 ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? 5 ആണ് കിട്ടുക. ഇതാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പം നമുക്കിനി ഇത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റാഷണൽ നമ്പേഴ്സിലേക്ക് ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സിൽ ഇത് വരിക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. അതായത് A/B + P/Q ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസറും ആൻഡ് P/Q + A/Bയും സെയിം ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പോൾ 3/2 + 4/5 രണ്ട് റാഷണൽ നമ്പേഴ്സ് ഞാൻ എടുത്തു. ഒന്നാമത്തെ റാഷണൽ നമ്പർ, രണ്ടാമത്തെ റാഷണൽ നമ്പർ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ LCM ഒക്കെ എടുക്കണം. അപ്പോൾ അതെടുക്കുമ്പം 15 + 8/10 വരും. ആൻഡ് നമുക്ക് അടുത്തത് ഇപ്പം നമുക്ക് ഇതിൻ്റെ തന്നെ തിരിച്ച് 4/5 + 3/2 ചെയ്യണം. അപ്പോൾ അതാണെങ്കിലും എങ്ങനെ വരും? 8 + 15/10 വരും. അപ്പോൾ ആൻസർ രണ്ടും എന്താണ്? സെയിം ആണെന്ന് കിട്ടി. അതായത് A/B + P/Q = P/Q + A/B എന്ന് കിട്ടി. അതായത് അഡീഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്താണ് നമുക്ക് മനസ്സിലായി? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നോക്കാം. സബ്ട്രാക്ഷൻ വരുമ്പോൾ സെയിം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ A/B സബ്ട്രാക്ഷൻ ആകുമ്പം A/B - P/Q ആണെങ്കിൽ നമുക്ക് എന്തു ആയിരിക്കണം എന്നാണ് നമ്മൾ പറയണേ? P/Q - A/B എന്ന് പറയണതും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ 3/2 - 1/2 ആണ്. അപ്പുറത്ത് നമുക്കിത് 1/2 - 3/2. അത് നമുക്ക് എന്ത് ചെയ്യണം? ചെയ്ത് നോക്കാം.
അപ്പോൾ ആദ്യം നമുക്ക് 3/2 - 1/2 ചെയ്യാം. അപ്പോൾ അത് ഇത്ര വരിക 3 - 1/2 എന്ന് വരും, അതായത് 2/2 എന്ന് വരും. ഓക്കെ അല്ലേ? നമുക്ക് അതിനെ 1/1 എന്ന് എഴുതാം, റാഷണൽ നമ്പർ ആയിരുന്നാൽ മതി. അടുത്തത് നമുക്ക് തിരിച്ച് ചെയ്യണം, അതായത് 1/2 - 3/2 ചെയ്യുമ്പം അത് ഈക്വൽ ആണോ നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരിക? 1 - 3/2 എന്ന് വരും. 1 - 3 എന്താ? -2/2 എന്നാണ് വരിക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല, ഒന്ന് 2/2 ഒന്ന് -2/2 ആണ്. അതായത് സബ്ട്രാക്ഷൻ എന്തല്ല? റാഷണൽ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. മനസ്സിലായോ ഇത്? ഓക്കെ, അടുത്തത് നമുക്ക് ചെയ്യാൻ പോകണം. നമുക്ക് വേറെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടീനെ കുറിച്ചാണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ എഴുതിയ പോലെ, നമ്മൾ ക്ലോഷർ അല്ല പറയുന്നത്, കമ്മ്യൂട്ടേറ്റീവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ A/B × P/Q എന്തിനോട് ഈക്വൽ ആയിരിക്കണം എന്ന് നമ്മൾ പറയണത്? P/Q × A/B ഈക്വൽ ആയിരിക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പോൾ 3/2 × 4/5 എത്രയാണ് വരിക? ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 12/10 വരും. നമ്മൾ അതേപോലെ തിരിച്ച് P/Q വേണം, അതായത് 4/5 × 3/2 ചെയ്യണം. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12/10 കിട്ടും. അതായത് രണ്ടിൻ്റെ ആൻസർ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് കിട്ടി. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു, സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലായിരുന്നു. അതിപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കിട്ടി. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിഷനാണ്. ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം. അപ്പോൾ ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാൻ നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കാം. ഇപ്പോൾ 4/5 ഞാൻ എടുത്തു ആൻഡ് ഡിവൈഡഡ് ബൈ 3/2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത്. 4/5 ഇൻറ്റു ഇതിനെ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ആക്കണം. റെസിപ്രോക്കൽ ആക്കുമ്പം നമുക്ക് എന്ത് വരും? 8/15 വന്നു. ആൻഡ് നമ്മൾ തിരിച്ച് ചെയ്യണം. 3/2 ഡിവൈഡഡ് ബൈ 4/5 ആണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 3/2 നമ്മൾ അങ്ങനെ എഴുതി. ഇതെന്തായിരിക്കണം? നമ്മൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കുമ്പം നമുക്ക് എന്ത് വരും? 15/8 എന്ന് വരും. രണ്ടും ഒരേ നമ്പർ ആണോ? അല്ല. അതായത് ഡിവിഷൻ എങ്ങനെ വരും? A/B ഡിവൈഡഡ് ബൈ P/Q നോട്ട് ഈക്വൽ ടു P/Q ഡിവൈഡഡ് ബൈ A/B എന്ന് വരും. അതായത് നോൺ കമ്മ്യൂണിക്കേറ്റീവ് ആണ്. ഓക്കെ ആയോ? ഇതാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മളിപ്പോൾ എന്തിലൊക്കെയാണ് പറഞ്ഞത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒന്നാമത് അഡീഷനിൽ പറഞ്ഞു. അഡീഷനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറഞ്ഞു. ആൻഡ് സബ്ട്രാക്ഷനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു? നോൺ കമ്മ്യൂണിക്കേറ്റീവ് ആണ്, അതായത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞു. ആൻഡ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷനിൽ വീണ്ടും അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ആൻഡ് ഇപ്പം നമ്മൾ ഡിവിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അത് നോൺ കമ്മ്യൂണിക്കേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് ഏതാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിൽ നമുക്ക് അഡീഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയണത് എങ്ങനെയാണ്? A/B പ്ലസ് P/Q പ്ലസ് R/S ആണെന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ഈക്വൽ ടു എന്തായിരിക്കും എന്നാ പറയണേ? A/B പ്ലസ് P/Q പ്ലസ് R/S എന്നാണ് പറയണത്. ഇത് ഈക്വൽ ആണോ എന്നാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ 1/2 പ്ലസ് 3/2 പ്ലസ് 5/2 ആണെന്ന് വിചാരിക്കും ഇതിനകത്ത്. ആൻഡ് നമ്മൾ ഇതിനെ ചെയ്ത് നോക്കാം. ഇതിനെ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? 1/2 അങ്ങനെ എഴുതി ഇത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പം ഇങ്ങനെയാണ്, ഇത് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളത് ആയതുകൊണ്ട് നമുക്ക് 8/2 എന്ന് വന്നു. അപ്പം നമുക്ക് എന്താ വരിക? ഇത് ആഡ് ചെയ്യുമ്പം 9/2 എന്ന് വരും. ആൻഡ് അതേപോലെ ഇത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1/2 പ്ലസ് 3/2 പ്ലസ് 5/2 എന്ന് വരും.
അതായത് ഇത് ആഡ് ചെയ്യണം. അതായത് 4/2 പ്ലസ് 5/2 എന്ന് വരും. ദാറ്റ് ഈസ് 9/2. അപ്പോൾ രണ്ട് ആൻസറും എന്താണ്? സെയിം ആണ്. അതായത് അഡീഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പം റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ എങ്ങനെയാണ്? അസോസിയേറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇതേപോലെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കണം, അസോസിയേറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സെയിം ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് എടുക്കുമ്പോൾ 3/2 നമുക്ക് എഴുതി നോക്കാം. മൈനസ് എങ്ങനെയാണ് വരുന്നത്? 5/2 മൈനസ് 1/2 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ നമുക്ക് അപ്പുറത്തെ സെക്ഷൻ ഉണ്ടാവും. അപ്പുറത്തെ സെക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇത് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 3/2 മൈനസ്, അപ്പോൾ ഇതിനകത്ത് 4/2 എന്ന് വരും. അപ്പോൾ നമുക്കതങ്ങനെ ചെയ്യുമ്പം 3 മൈനസ് 4/2 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 1/2 എന്ന് വരും. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സൈഡ് എന്ന് പറയുമ്പം 3/2 മൈനസ് 5/2 ആദ്യം ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? മൈനസ് 1/2 എന്ന് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 3 മൈനസ് 5/2 മൈനസ് 1/2 എന്ന് വരും. 3 മൈനസ് 5 എന്ന് പറയുമ്പോൾ എന്ത് വരും? -2 വരും. -2 മൈനസ് ഓഫ് 1/2 എന്ന് വരും. അപ്പോൾ നമുക്കിങ്ങനെ എന്താ? മൈനസും മൈനസും വരും. അപ്പോൾ എന്താ വരിക? -3/2 എന്ന് വരും. രണ്ട് ആൻസറും സെയിം ആണോ? അല്ല. ദാറ്റ് ഈസ് സബ്ട്രാക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്? എന്തല്ല? നോട്ട് അസോസിയേറ്റീവ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ അഡീഷൻ അസോസിയേറ്റീവ് ആണ്, പക്ഷെ സബ്ട്രാക്ഷൻ എന്തല്ല? അസോസിയേറ്റീവ് അല്ല എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സെയിം പോലെ നമുക്ക് രണ്ട് നമ്പേഴ്സൊക്കെ കൊടുത്ത് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1/2 ആണ് ഇൻറ്റു, അപ്പോൾ നേരത്തെ നമ്മൾ പ്ലസ് ആഡ് ചെയ്തെടുത്തൊക്കെ ഇൻറ്റു ആഡ് ചെയ്യണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആഡ് ചെയ്യണം. അപ്പം 3/2 ഇൻറ്റു 5/2 എന്ന് പറയും. ഇത് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? 1/2 അവിടെ നിർത്തി ഇതിനുള്ളിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 15/4 എന്ന് വന്നു. ഇതും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പം 15/8 എന്ന് വരും. ഇനി അത് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം? തിരിച്ച് ചെയ്യണം. 1/2 ഇൻറ്റു 3/2. അതിന് ശേഷമാണ് ആര് ചെയ്യേണ്ടത്? 5/2 ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3/4 വരും. അതിൻ്റെ കൂടെ 5/2 വരും. അപ്പോൾ എങ്ങനെയാണ് വരിക? 15/8 വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? രണ്ട് ആൻസറും എന്താണെന്ന് കിട്ടി? സെയിം ആണെന്ന് കിട്ടി. രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് എന്താ കിട്ടി? സെയിം ആണ്. അതായത് A/B ഇൻറ്റു P/Q into R/S is equal to A/B into P/Q into R/S എന്ന് വരും. ഓക്കെ അല്ലേ? അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത നമുക്ക് ഡിവിഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിവിഷൻ എങ്ങനെയാണ് വരിക? ഡിവിഷൻ നമുക്ക് ഇതുപോലെ എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1/2 ആണ് ഡിവിഷൻ. ഇവിടെ എന്ത് വരും? നമുക്ക് വേറെ രണ്ട് നമ്പേഴ്സ് 3/2. നമുക്ക് എളുപ്പമുള്ള നമ്പേഴ്സ് വെച്ച് നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 1/2 നമ്മൾ അവിടെ എഴുതി. ഇതിനകത്തുള്ളത് നമുക്ക് എങ്ങനെയായിട്ട് മാറും? 3/2. ഇവിടെ ഡിവിഷൻ മാറിയിട്ടുണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതെന്താവും? റെസിപ്രോക്കലാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 1/2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം 6/10 എന്ന് വന്നു. ഇനി ഇതും എങ്ങനെ നമ്മൾ ചെയ്യുക? 1/2 ഡിവിഷൻ നമ്മൾ വീണ്ടും എന്താക്കണം? മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. അപ്പോൾ 10/6 എന്ന് വരും. ദാറ്റ് ഈസ് 10/, എത്ര വരാ? 12 എന്ന് വരും. നമുക്ക് ഇപ്പോഴത്തെ സൈഡ് ഇത് ചെയ്ത് നോക്കണം. ഇപ്പോഴത്തെ സൈഡ് ഇതിൽ എന്താ വരുന്നത്? 1/2 ഡിവൈഡഡ് ബൈ 3/2. എന്നിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്? 5/2 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെക്ഷൻ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പം ഇങ്ങനെ വരാം. 1/2 ഇൻറ്റു നേരത്തെ പോലെ ഇതെന്താവണം? റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുത്തു. ആൻഡ് എന്താണ്? വീണ്ടും 5/2. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2/6 വരും. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പം എന്താണ്? റെസിപ്രോക്കൽ എടുക്കണം. 2/5 വരും. അതായത് 4/30 വരും. രണ്ട് ആൻസറും ഈക്വൽ ആണോ? അല്ല. ദാറ്റ് മീൻസ് ഡിവിഷൻ എന്താണ്? നോൺ അസോസിയേറ്റീവ് ആണ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ
അഡീഷനിൽ എങ്ങനെയായിരുന്നു? അഡീഷൻ എങ്ങനെയാണ്? അസോസിയേറ്റീവ് ആണ്. സബ്ട്രാക്ഷൻ എങ്ങനെയാണ്? അസോസിയേറ്റീവ് അല്ല, നോൺ ആണ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? അസോസിയേറ്റീവ് ആണ്. ആൻഡ് ഡിവിഷൻ വീണ്ടും എങ്ങനെയാണ്? അസോസിയേറ്റീവ് അല്ല എന്നുള്ളത് കിട്ടി. ഇത്രയും ക്ലിയർ ആണോ? ഇനി നമുക്ക് കുറച്ച് ഐഡൻറ്റിറ്റീസിനെ കുറിച്ച് പഠിക്കാം. എന്താ ഐഡൻറ്റിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു ഐഡൻറ്റിറ്റി ഞാൻ ഇപ്പം പറയാം. അതായത് ഇപ്പം നമ്മൾ ആദ്യം പറയണത്, ഇപ്പം ഒരു നമ്പർ 2/3 ആണ്. 2/3യുടെ കൂടെ ഞാൻ 0 ആഡ് ചെയ്തു. അപ്പം നമുക്ക് എന്താ കിട്ടണേ? 2/3 തന്നെ കിട്ടും. അതായത് ഒരു നമ്പർ a/b എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ 0 എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ 0നെ നമ്മൾ പറയുന്നതാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. എന്താ പറയണേ? അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ക്ലിയർ ആണോ? ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഒരെണ്ണം വരുമല്ലോ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി വരുമല്ലോ. അത് എന്താ വരിക? a/b × 1 എന്ന് പറഞ്ഞാൽ a/b ആയിരിക്കും. അപ്പം 1നെ നമ്മൾ എന്താ പറയണേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ക്ലിയർ ആയോ? ഇതാണ് ആ രണ്ട് പ്രോപ്പർട്ടി. അതായത് ഒരു നമ്പറിൻ്റെ കൂടെ, റാഷണൽ നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതേ റാഷണൽ നമ്പർ തന്നെ കിട്ടും. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ 0നെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. ആൻഡ് ഒരു നമ്പറിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതേ നമ്പർ കിട്ടും. സോ ദാറ്റ് മൾട്ടിപ്ലൈഡ് ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് നമ്മളിതിനെ പറയും. ഇത് രണ്ടും ഇൻവേഴ്സ് ഉണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും. എന്താ അഡിറ്റീവ് ഇൻവേഴ്സ്? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/b എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു നമ്പർ, വേറൊരു റാഷണൽ നമ്പർ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടണം? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് ഇൻവേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്താ പറയണേ? അഡിറ്റീവ് ഇൻവേഴ്സ് എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കണം? 0 ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 1/2ൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 കിട്ടണം. ആ നമ്പർ എന്തായിരിക്കും എന്ന് ചോദിക്കണേ. അപ്പോൾ നമുക്ക് 5ൻ്റെ കൂടെ നമുക്ക് 0 ആണ് കിട്ടേണ്ടതെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ x എന്നാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ x എന്നാണ് കൊടുക്കണം. 5ൻ്റെ കൂടെ x ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ x എത്രയാണ് വരിക? -5 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? അത് -1/2 ആയിരിക്കും. ക്ലിയർ ആയോ? അതായത് a/bയുടെ അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -a/b ആയിരിക്കും a/bയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയണത്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ അതെല്ലാവരും നോക്കുക, മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഇനി അടുത്ത് നമ്മൾ ചാപ്റ്റർ ചെയ്താൽ വരാം, നമുക്ക് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആണ് വരിക.